യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ. യൂറോപ്യന്മാരുടെ ആഗമനത്തിനു മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ ആരൊക്കെയാണ്? അറബികളും ചൈനക്കാരുമാണ് ആ വിദേശികൾ. പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലെത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയും പോർച്ചുഗീസുകാരാണ്. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് പിറകിലുള്ള കാരണമെന്താണ്? 1453 ഒട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലമാണ്. വാസ്കോ ഡ ഗാമ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ. 1497 വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമൻ. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് 1498 മെയ് 20-ന്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കോഴിക്കോടുള്ള കാപ്പാടിൽ ആണ് വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയത്. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരൻ ആരാണ്? സർദാർ KM പണിക്കർ. വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലേക്കുറ്റ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റ് കപ്പലുകൾ സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ. വാസ്കോ ഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ വന്ന വർഷം 1502. വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷം 1524. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. വാസ്കോ ഡ ഗാമ അന്തരിച്ചത് 1524 ഡിസംബർ 24-ന്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ആദ്യം വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തത്. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം 1539. വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബൺ. വാസ്കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവ. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? പെറോ ഡ കോവിൽഹ. വാസ്കോ ഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി, അധിപൻ എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതി, അധിപൻ എന്ന് അറിയപ്പെടുന്നത് വാസ്കോ ഡ ഗാമ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ബെർത്തലോമിയോ ഡയസ്, 1488. വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. 1500-ലാണ് അദ്ദേഹം എത്തിയത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ പെഡ്രോ അൽവാരസ് കബ്രാൾ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 മുതൽ 1509 വരെ.
ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്രമേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയം അറിയപ്പെടുന്നത് നീലജല നയം, ബ്ലൂ വാട്ടർ പോളിസി. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് 1509 മുതൽ 1515 വരെ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാദത്തെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് മുഹമ്മദ് ആദിൽ ഷാ 1510. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽബുക്കർക്ക് കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാർ കുഞ്ഞാലിമരയ്ക്കാർമാർ. കുഞ്ഞാലിമരയ്ക്കാർമാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട, ഇത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരയ്ക്കാർ സ്വീകരിച്ച യുദ്ധമുറ അറിയപ്പെടുന്നത് ഗറില്ല ഒളിപ്പോര്. കുഞ്ഞാലി ഒന്നാമൻ്റെ യഥാർത്ഥ പേര് കുട്ടിയലി, കുഞ്ഞാലി രണ്ടാമൻ്റെ പേര് കുട്ടിപ്പോക്കർ അലി, കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരയ്ക്കാർ, കുഞ്ഞാലി നാലാമൻ്റെ യഥാർത്ഥ പേര് പടമരയ്ക്കാർ എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി നാലാമൻ. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമൻ. കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ച വർഷം 1600. കുഞ്ഞാലി നാലാമനെ സാമൂതിരിയുടെ സമ്മതത്തോടുകൂടി യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിൽ കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം നിർമ്മിച്ചത് എവിടെയാണ്? കോട്ടയ്ക്കൽ, വടകര. കുഞ്ഞാലിമരയ്ക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. അറബികളുടെയും ചൈനക്കാരുടെയും കേരളത്തിലെ വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാന ലക്ഷ്യം. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബിക്കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർച്ചുഗീസുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാൻ സാമൂതിരി തയ്യാറാകാതിരുന്നത് പോർച്ചുഗീസുകാരെ കുപിതരാക്കി. തുടർന്ന് അവർ കണ്ണൂരിലെത്തുകയും അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പോർച്ചുഗീസ് സംഭാവനകൾ. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ് 1505. തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ. കുഞ്ഞാലിമരയ്ക്കാരുടെ ആക്രമണം നേരിടാനായി 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയങ്കോട്ട, ഇത് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ചാലിയങ്കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ ന്യൂനോ ഡ കുൻഹ. സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ ചീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയങ്കോട്ട. കാർട്ടസ് വ്യവസ്ഥ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നത് കാർട്ടസ് എന്നാണ്. കാർട്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം, കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. മാനുവൽ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. 1503 കൊച്ചിയിലാണ് മാനുവൽ കോട്ട നിർമ്മിതമായത്.
ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയും മാനുവൽ കോട്ടയാണ്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, കൊച്ചിൻ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ട മാനുവൽ കോട്ടയാണ്. മാനുവൽ കോട്ട പണികഴിപ്പിച്ചത് അൽബുക്കർക്ക്. ചാലിയാൻ കോട്ട തകർത്തത് കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയാൻ കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് എന്നാണ് 1571. ചാലിയാൻ കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഹാഫി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബിക്കാവ്യം ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണിതിൻ്റെ അർത്ഥം. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, വറ്റൽമുളക്, പുകയില, ആത്തിക്ക, മരിച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലി ഗോതിക് ശൈലി. ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച പള്ളികൾ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി, ബോം ജീസസ് പള്ളി ഗോവ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി അറിയപ്പെടുന്നത് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി. കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി വാരാപ്പുഴ. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം അറിയപ്പെടുന്നത് മട്ടാഞ്ചേരി പാലസ്. 1555 ഇത് പണി കഴിപ്പിച്ചു. ഇത് പിന്നീട് 1663 ഡച്ചുകാർ പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരമെന്ന് അറിയപ്പെട്ടു. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത്? പുറക്കാട്ട് രാജ. പോർച്ചുഗീസുകാരും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം 1513. പോർച്ചുഗീസുകാരും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിൽ. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി ഏതാണ്? തുഖ്ഫത്തുൽ മുജാഹിദീൻ. തുഖ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ഭാഷ ഏതാണ്? അറബി. പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന കൃതി ഏതാണ്? തുഖ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു. ഇവർ ഈ മത്സരങ്ങൾ നടത്തിയത് കുരുമുളകിന് വേണ്ടിയായിരുന്നു. ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തി ആരാണ്? പോർച്ചുഗീസുകാർ. കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത്? പുറക്കാട്ട് രാജ. പോർച്ചുഗീസുകാരും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം 1513. പോർച്ചുഗീസുകാരും കോഴിക്കോട്ട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം 1540. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിൽ. ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ കൊച്ചി, കൊടുങ്ങല്ലൂർ, വൈപ്പിൻകോട്ട. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ